ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാളൂസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഒരുപാട് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് ഡാസ്ലറിന്റെ DLC 025 എന്ന് പറയുന്ന ലിപ്സ്റ്റിക്ക്. ആ ലിപ്സ്റ്റിക്ക് ഞാൻ കുറച്ച് ദിവസങ്ങളായി വാങ്ങിയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്കിത് യൂസ് ചെയ്യുന്ന സമയത്തുണ്ടായ മെറിറ്റ്സും ഡീമെറിറ്റ്സും ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കയറിയിട്ട് എൻ്റെ ചാനലിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ, എൻ്റെ പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ലിപ്സ്റ്റിക്ക്. അപ്പോൾ ഈ ലിപ്സ്റ്റിക്ക് ഓൾറെഡി ഞാനിത് ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഈ കവറിൽ എടുത്തിട്ടു എന്ന് മാത്രം. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇതാണ് ലിപ്സ്റ്റിക്ക്, ഡാസ്ലറിന്റെ DLC 025. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്കിനെ കുറിച്ച് കമ്പനി പറയുന്നത്, ഇത് ഇവിടെ കാണിക്കുന്നുണ്ട്, ഇത് മാറ്റ് പ്രൂഫ് ആണ്, നോൺ ട്രാൻസ്ഫർ ആണ്, പിന്നെ ലൈറ്റ് വെയ്റ്റ് ആണ്, വാട്ടർ റെസിസ്റ്റന്റ് ആണ്, സ്മച്ച് പ്രൂഫ് ആണ്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ കമ്പനി നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഓക്കെ ആയി കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ലിപ്പിൽ അത് അത്രത്തോളം എഫക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പോണത്. ഈ ഒരു ലിപ്സ്റ്റിക്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് നമ്മുടെ കയ്യിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഇതാണ് എൻ്റെ കയ്യിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കുന്ന കളറ്. ഇത് നമ്മുടെ സ്കിന്നിന്റെ വേരിയേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ ലിപ്പിന്റെ പിഗ്മെന്റേഷൻ പോലെയും ഒക്കെയാണ് നമുക്ക് ഈ ഒരു ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മാറ്റങ്ങൾ. പിന്നെയുള്ള ഒരു കാര്യം, ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ നല്ല വേഗം കഴിയും. ഒറ്റ ഡിപ്പിൽ തന്നെ നമുക്കിത് നന്നായിട്ട് നമ്മുടെ ലിപ്പിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. മറ്റുള്ള ലിപ്സ്റ്റിക്കുകളെ അപേക്ഷിച്ച് ചിലതൊക്കെ നമുക്ക് ലിപ്പിന് പുറത്തൊക്കെ ആയി പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് നമുക്ക് ലിപ്പ് ലൈനർ ഒന്നും ഇല്ലാതെ തന്നെ വളരെ നീറ്റായിട്ട് നമ്മുടെ ലിപ്പിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡും കൂടെ, ഒരു ലിപ്സ്റ്റിക്കും കൂടെയാണ്. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ ഒരു ലിപ്സ്റ്റിക്കിന്റെ സ്മെല്ല് ഒരു ടോണിക്കിന്റെ സ്മെല്ലാണെന്ന്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എനിക്കൊരു നല്ല ഒരു എന്താ പറയുക, ഒരു ഫ്രൂട്ട്, ഏതോ ഒരു നല്ലൊരു ഫ്രൂട്ടിന്റെ ഒരു മണം, അങ്ങനെയുള്ളൊരു നല്ലൊരു സ്മെല്ലായിട്ടാണ് തോന്നിയത്. അതുപോലെ തന്നെ ഇത് നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മളിത് ചുണ്ടിൽ ഇട്ടിട്ടുണ്ട് എന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. മറ്റുള്ള ലിപ്സ്റ്റിക്കുകളെ അപേക്ഷിച്ച് പലതും നമ്മൾ പ്രത്യേകിച്ച് ലിക്വിഡ് ലിപ്സ്റ്റിക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ചുണ്ടൊരു വലിഞ്ഞു മുറുകുന്ന പോലെയൊക്കെ തോന്നാറുണ്ട്. പക്ഷേ ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ടിൽ ഇങ്ങനെ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടിരിക്കുന്നുണ്ട് എന്ന് പോലും മനസ്സിലാവില്ല. അത്രയ്ക്ക് ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മുടെ നോർമൽ ലിപ്പ് പോലെ തന്നെ നമ്മുടെ ലിപ്പ് നിൽക്കും. ഒരു കാരണവശാലും നമുക്ക് നമ്മൾ ഒരു രീതിയിലും നമ്മളിത് ഇറിറ്റേറ്റഡ് ആവുന്നില്ല എന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം. മാത്രമല്ല ഈ ലിപ്സ്റ്റിക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് ചിലർക്ക് വൈറ്റ് സ്കിൻ ആവാം, നോർമൽ സ്കിൻ ആവാം, ഡാർക്ക് സ്കിൻ ആവാം. ഏത് സ്കിന്നുകാർക്കും ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന് ഇണങ്ങുന്ന രീതിയിലേക്ക് ഈ ഒരു ലിപ്സ്റ്റിക്ക് മാറും എന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ലിപ്സ്റ്റിക്ക് ഇത്രയും വൈറൽ ആവാനും ഇത്രയും പോപ്പുലർ ആവാനും ചാൻസ്. കാരണം നമ്മൾ മറ്റുള്ള ലിപ്സ്റ്റിക്കുകൾ എത്രയോ നമ്മൾ ഇഷ്ടത്തോടെ വാങ്ങിയിട്ട് നമ്മളത് യൂസ് ചെയ്യുമ്പോൾ നമുക്കത് വാഷ്ഡ് ഔട്ട് ആയി പോകും. അപ്പോൾ അങ്ങനെ ഒത്തിരി നമ്മുടെ കയ്യിലുള്ള പൈസയൊക്കെ നശിച്ചു പോകാനും ചാൻസ് ഉണ്ട്. നമ്മുടെ സ്കിൻ ഏതാണോ, നമ്മുടെ സ്കിന്നിനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കുന്ന രീതിയിൽ നമ്മുടെ ലിപ്പ് നമ്മുടെ സ്കിന്നിൽ, നമ്മുടെ മുഖത്ത് എത്രത്തോളം ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട് നമ്മുടെ മുഖം ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലിപ്സ്റ്റിക് ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. മാത്രമല്ല ഇത് സ്മച്ച് പ്രൂഫ് ആണോ എന്ന് ചോദിച്ചാൽ ചെറിയ രീതിയിലൊക്കെ ഇത് അല്ല. പക്ഷെ നമ്മൾ ഈ ലിപ്സ്റ്റിക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് വരെ നമ്മളൊന്നും ചെയ്യാതെ വെക്കുക. കാരണം ഇത് ഇട്ട ഉടനെ നമ്മൾ ചുണ്ടിലേക്ക് ഒബ്സർവ് ആകുന്നില്ല. കുറച്ച് സമയം നമ്മൾ ചുണ്ടിൽ വെച്ചതിന് ശേഷം
ഒരു 15 മിനിറ്റിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ അത് അവിടുന്ന് അനങ്ങില്ല. കാരണം അത് അത്രയും നമ്മുടെ ചുണ്ടുമായിട്ട് അബ്സോർവ് ആയിട്ട് നോർമൽ ആയി തന്നെ നിൽക്കും. ഒരു കാരണവശാലും ഇത് സ്മച്ച്ഡ് ആവുന്നില്ല. ചെറിയ രീതിയിൽ എങ്ങാൻ പോയാലും ഇത് നമുക്ക് ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ ചുണ്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. കാരണം ഞാൻ ഈ ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട്, മുഖം വാഷ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ മുഖം വാഷ് ചെയ്യുന്ന സമയത്ത് ചുണ്ടിങ്ങനെ ക്ലീൻ ചെയ്തിട്ടൊന്നുമില്ല, ജസ്റ്റ് നമ്മുടെ മുഖം നോർമലി നമ്മൾ മുഖം എങ്ങനെയാണോ വാഷ് ചെയ്യുന്നത് ആ രീതിയിൽ വാഷ് ചെയ്ത സമയത്തൊന്നും എനിക്ക് ലിപ്സ്റ്റിക് എൻ്റെ ചുണ്ടിൽ നിന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ചായ കുടിച്ചിട്ടുണ്ട് എന്നിട്ടും എനിക്ക് ഈ ചുണ്ടിലുണ്ടായിരിക്കുന്ന ലിപ്സ്റ്റിക് ഓൾറെഡി അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഈ ലിപ്സ്റ്റിക്ക് ഇനി നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. എൻ്റെ ചുണ്ടിൽ ഇതിൻ്റെ കളറും ഇതിൻ്റെ പിഗ്മെൻറ്റേഷനും ഒക്കെ എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഓൾറെഡി ഞാനിപ്പോൾ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്. ആ ലിപ്സ്റ്റിക്ക് നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഡാസിലറിൻ്റെ DLC 025 എന്ന് പറയുന്ന ലിപ്സ്റ്റിക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഞാൻ ഓൾറെഡി നമ്മുടെ ഡാസിലറിന്റെ DLC 025 എന്ന് പറയുന്ന ലിപ്സ്റ്റിക് ആണ് എൻ്റെ ചുണ്ടിൽ ഇട്ടേക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു ലിപ്സ്റ്റിക് ആണ് ഇപ്പൊ എൻ്റെ ചുണ്ടിൽ ഇട്ടേക്കുന്നത്. ഇത് എൻ്റെ ചുണ്ടിൽ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന കളറാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ പലർക്ക് പല രീതിയിലുള്ള കളേഴ്സ് ആയിരിക്കും. നമ്മുടെ ലിപ്പിന്റെ പിഗ്മെന്റേഷൻ പിന്നെ നമ്മുടെ സ്കിന്നിന്റെ കളറൊക്കെ അനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലിപ്സ്റ്റിക് ആണ്. അപ്പം ഇത് ഇനി ലൈറ്റ് വെയിറ്റ് ആണോ എന്നൊക്കെ നോക്കണമെങ്കിൽ ലൈറ്റ് വെയിറ്റ് ആണ്, ഓൾറെഡി ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ ഇത് സ്മജ് പ്രൂഫ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്ന് നോക്കാം. കാരണം 15 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഇത് നമ്മുടെ ചുണ്ടുമായിട്ട് ഒബ്സർവ് ചെയ്യും. ഇതിപ്പം ചെറുതായിട്ട് നമുക്ക് കയ്യിലേക്ക് വരുന്നുണ്ട്. പക്ഷെ ഇത് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഇതങ്ങനെ പോകുന്നില്ല. അങ്ങനെയാണ് ഇതിലെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെന്താ, നോൺ ട്രാൻസ്പെറൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്. ഞാൻ ഒരുപാട് സമയം ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് സമയം ഇത് ഇട്ടിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഒരു നല്ലൊരു ലുക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് എന്തായാലും വാങ്ങാം. ഒരിക്കലും ഇത് പൈസ വെറുതെ ആവില്ല, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഈ ലിപ്സ്റ്റിക്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് അവിടെ നിന്ന് ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കാവുന്നതാണ്. പിന്നെ എന്താ പറയാനുള്ളത്, പിന്നെയുള്ള കാര്യം, നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ആൾ.